എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. പെരുന്നാളിന്റെ അന്നത്തെ നമ്മുടെ വിശേഷങ്ങളും ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാം പെരുന്നാളിന്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ 65 ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിരുന്നു. നമ്മുടെ നോർമൽ ബിരിയാണിന്നും കുറെ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ട് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ സെയിം ഓയിലിൽ തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി പച്ചമുളക്
മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിത് വെച്ച് ഊറ്റുമല്ല, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പിലേക്ക് ഇവിടെ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കുന്ന അതേപോലെ തന്നെ ഒരു 10-15 മിനിറ്റിൽ ഇത് കറക്റ്റായിട്ട് വെന്ത് വരും. വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, കറക്റ്റ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളി ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് നല്ല കിടിലൻ ചിക്കൻ 65 ബിരിയാണി ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ആയപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് പോയി. നമ്മൾ 2ാം പെരുന്നാളിന് സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. 2ാം പെരുന്നാളിന് എല്ലാവരും തറവാട്ടിലാണ് കൂടാറ്. നമ്മളുടെ 2ാം പെരുന്നാളിന്റെ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം. 2ാം പെരുന്നാളിന്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ സദ്യയാണ് ഉണ്ടാക്കിയത്. എന്നും നോൺ വെജ് ആക്കണ്ടെന്ന് വെച്ച് കുറച്ച് വെറൈറ്റിക്കാണ് നമ്മൾ സദ്യ ഉണ്ടാക്കിയത്. കുറേ കറികളൊക്കെ ആയിട്ട് നല്ല കിടിലൻ സദ്യയാണ് എല്ലാവരും കൂടി ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് നോക്കാം. മോരുകറി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കറി പോലെ തന്നെ കുറച്ച് മധുരമുള്ള പഴം വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടായിരുന്നു, വെള്ളക്കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, കടല വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്യാബേജും ക്യാരറ്റും വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പായസം വെച്ചിട്ടുണ്ട്, രസം ഉണ്ടായിരുന്നു,
പിന്നെ പപ്പടം, ചോറ്, ചെറുപഴം. ഇതെല്ലാമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. ഇതെല്ലാം വെച്ചിട്ട് തന്നെ ഒരു ഗംഭീര സദ്യ തന്നെയാണ് നമ്മൾ രണ്ടാം പെരുന്നാളിന് കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി നിലത്ത് പായൊക്കെ വിരിച്ച് വാഴയിലയിൽ നല്ല കിടിലൻ സദ്യ ഉണ്ടു. ഉണ്ണിയോളും കസിൻസും വലിയോരും എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടും കിടിലനാണ് ഇങ്ങനൊരു സദ്യ കഴിച്ചാല്. കറികളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇതിലിടുന്നില്ല കേട്ടോ. അതുകൂടി ഇട്ടാൽ നമ്മളെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോവും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഒരെണ്ണം ചെയ്യാം. ഒക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങള്. പിന്നെ നമ്മൾ പുറത്തെവിടെയും പോവാറുണ്ട്. പക്ഷെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ്, എവിടെയും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.